ഹലോ, ഗുഡ് ഈവനിങ്. ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ വന്നിട്ട് ഇവിടുന്ന് പുറത്തേക്കൊന്നും പോയിട്ടില്ല. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പോവാണ് നമ്മുടെ ബാംഗ്ലൂരിൽ 4th ബ്ലോക്ക് എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്ക്, ജയനഗറിലുള്ളത്. അവിടേക്ക് ഞങ്ങളിങ്ങനെ പോകായിരുന്നു കേട്ടോ. എന്ത് സാധനങ്ങളാണെന്ന് അറിയിച്ചാ നമുക്ക് കൊതിയാവും. പല പല സാധനങ്ങളും റേറ്റ് കുറവാട്ടോ. അപ്പം നമ്മളൊരു 1500 രൂപയൊക്കെ കൈ പിടിച്ച് പോയാൽ നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ മേടിച്ചിട്ട് വരാം. ചെരുപ്പൊക്കെ ഈ കാണുന്ന ചെരുപ്പിനൊക്കെ ഉണ്ടല്ലോ വെറും 150 രൂപ, 79 രൂപ അത്രയൊക്കെ ഉള്ളൂ. ഡ്രസ്സുകളാന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെയുള്ള നമ്മുടെ മറ്റേ നാട്ടിലൊക്കെ കിട്ടുന്ന, നമ്മുടെ കേരളത്തിലൊക്കെ കിട്ടുന്ന മറ്റേ ഇപ്പോഴത്തെ മോഡൽ ചുരിദാർ അങ്ങനത്തെ ടൈപ്പ് ലെഹങ്ക ടൈപ്പിനൊക്കെ 1500 ആ ഒരു സെക്ഷനാണ് വരുന്നുള്ളൂ. എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട്. പക്ഷെ പൈസ ഇല്ലാണ്ട് പോയി. അടുത്ത മാസം സാലറി കിട്ടുമ്പോൾ വേണം പൈസ കിട്ടിയിട്ട് പോകാം. പക്ഷേ ഇങ്ങനത്തെ കളക്ഷൻസ് കൂടുതൽ അങ്ങനെ ആരും മേടിക്കണം ഞാൻ കണ്ടില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെയുള്ള മേടിക്കണവരുണ്ടായിരിക്കാം. ഞാനിങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ടായാലും ഈ പാവക്കുട്ടിയൊക്കെ ഉണ്ടല്ലോ, എന്ത് ക്യൂട്ടാണെന്നറിയോ. ഇതിന് 80 രൂപ, 120 രൂപ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണത്. ചെറുതിന് 80 രൂപ. ഈ 4th ബ്ലോക്ക് എന്ന് പറയുന്നത് മറ്റേ എനിക്ക് തോന്നുന്നു ചിക്പേട്ട, അതുപോലെ തന്നെ ഈ ചർച്ച് സ്ട്രീറ്റ് അതിനെക്കാട്ടൊക്കെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. എന്നുവെച്ചാൽ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒതുങ്ങണമല്ലോ. സാധാരണക്കാരന് ഒരു 1500 രൂപയും കൊണ്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഞാനാണ്ടാ ഇത് ഞാൻ ഈ ഭാഗത്ത് എവിടെയെങ്കിലും വിലക്കുറവിന് എന്തിട്ടെങ്കിലും കിട്ടുമോ നോക്കാൻ എനിക്ക് വീഡിയോയിൽ ശരിക്കും ഫുള്ളായിട്ട് കാണുമ്പോൾ ചിരി വരുന്നു. പക്ഷേ നല്ല സാധനങ്ങളാണ്. ഈ പാവക്കുട്ടികളുടെ അടുത്തേക്ക് തന്നെ പോകണം. എന്താണെന്ന് വെച്ചാൽ ഒരു സെക്ഷനിൽ ചിലർ ഈ റേറ്റ് കുറവ് പറയും, പക്ഷേ വേറെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ റേറ്റ് കൂടുതൽ പറയും. മറ്റേ ബാർഗെയിൻ ചെയ്യാൻ അറിയണവർക്ക് സുഖം. ഇതിനൊക്കെ 200 രൂപ, 250 രൂപയൊക്കെ ഉള്ളൂ ഈ ചുരിദാറുകൾക്ക്. പക്ഷേ ആ ക്വാളിറ്റി എന്തോരം ഉണ്ടാവും അറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ ഫംഗ്ഷന്, മാരേജിൻ്റെ ഫംഗ്ഷന് ഈ സറാറയ്ക്കൊക്കെ ഉണ്ടല്ലോ 1200 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 700-ൻ്റെ ഉണ്ട്. വണ്ണമില്ലാത്ത പിള്ളേർക്കൊക്കെ പറ്റിയതുണ്ട്. എനിക്ക് പിന്നെ ഈ ലെഹങ്ക, ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ലെഹങ്കകളൊന്നും ഇട്ടിട്ടില്ല. പക്ഷേ ഞാൻ ഇടണം. എൻ്റെ ചേട്ടൻ്റെ കല്യാണം ആ സമയമാകുമ്പോൾ എനിക്ക് ലെഹങ്ക എടുക്കണം. ഞാൻ നമ്മുടെ ഈ ഭാഗത്തുനിന്ന് ഇവിടെ നിന്ന് ഞാൻ ഈ 4th ഫ്ലോറിൽ നിന്ന് ഞാൻ എടുക്കുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ അറിയണം ഒരാളായിട്ട്. കന്നഡാസിനൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല കളക്ഷനുകൾ കിട്ടും. ഈ സെക്ഷനിൽ നിന്ന് ഞാൻ കുറച്ച് സാധനം മേടിച്ചിട്ടാണ്. 2 ക്ലിപ്പും പിന്നെ മുടി മാട്ടണ മറ്റേ ക്രഞ്ചീസ് അങ്ങനത്തെ സാധനങ്ങൾ മേടിച്ചു. ഒരെണ്ണം എടുത്ത് 20 രൂപ, വലുതിന് 20 രൂപ, ചെറുതിന് 10 രൂപ അങ്ങനെയൊക്കെ. ഈ കമ്മലുകളൊക്കെ ഉണ്ടല്ലോ, ഞാൻ വീഡിയോ എടുക്കാൻ പോയപ്പോൾ അങ്ങോട്ട് പറഞ്ഞ് മേടിക്കാൻ വെച്ചാൽ മാത്രം എടുത്താൽ മതിയെന്ന്. അത് കാരണം ഞാൻ റേറ്റ് വെച്ചില്ല, വേഗം പോകുന്നു. ഇത് മറ്റേ ഈ വിളക്കുകൾ കാര്യങ്ങൾ അങ്ങനത്തേനൊക്കെ നല്ലതുണ്ട്. നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ. കമ്മലുകളും മാലകളും എന്താ പറയണ്ടേ. എനിക്കിതൊക്കെ കാണുമ്പോഴേ ഒരു സ്വർഗത്തിൽ പോയ ലുക്കായിരുന്നു. വെച്ചാൽ പ്രത്യേകിച്ച് നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇങ്ങനത്തെ കാണുമ്പോൾ ഒരു ആക്രാന്തം പോലെ ഉണ്ടാവില്ലേ. ഒന്നും മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എന്തോരം ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയാം ഇങ്ങനെയൊക്കെ പോകണമെന്ന്. പക്ഷെ പണ്ട് നാട്ടിലായിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊന്നും എനിക്കിങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ എനിക്ക് ഇവിടെ പഠിക്കാൻ വന്നിട്ട്, ഞാൻ ഇവിടെ ബാംഗ്ലൂർ പഠിക്കാൻ നിന്നായിരുന്നേ, അവിടെയും എനിക്കിതുപോലെ പോകാനൊന്നും പറ്റിയിട്ടുമില്ല, എന്നെ ആരും കൊണ്ടുപോയിട്ടുമില്ല. പക്ഷേ ഇപ്പം ഞാനിവിടെ വർക്കിന് കയറിയപ്പോട്ട് എനിക്ക് എല്ലാത്തിനും പറ്റുന്നുണ്ട്, പോകാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ കാശ് ഒരു 1000 രൂപ ഉണ്ട്, അല്ലെങ്കിൽ ഒരു 1500 രൂപ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ. പിന്നെ ഉണ്ടല്ലോ പച്ചക്കറി, നമ്മൾ കാണാത്ത പച്ചക്കറികളൊക്കെ ഉണ്ട് ഇവിടെ. ചീരകൾ, പലതരം ചീരകളാണ്. എന്ത് നല്ല ഭംഗിയുള്ള തരം ചീരകൾ നല്ല സൊപ്പ് എന്നൊക്കെ പറയണേ. എനിക്ക് അറിഞ്ഞൂടാ. അത് നമ്മൾ ഉപ്പേരി വെച്ച് കഴിക്കണ സാധനം തന്നെയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ചീര ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ചീര കുറവാണ്. ഇവിടെ വേറെ തരത്തിലുള്ള പച്ചക്കറികൾ ഇഷ്ടംമാതിരി പച്ചക്കറികളുണ്ട്. നമ്മുടെ നാട്ടിലെക്കാട്ടും കൂടുതലുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലെ മാർക്കറ്റിൽ ഞാൻ പോയിട്ടില്ല കേട്ടോ. അത് കാരണം എനിക്ക് അറിഞ്ഞൂടാ. അങ്ങോട്ട് തിരിഞ്ഞ് വളഞ്ഞ് നടന്ന് സമയം അത്യാവശ്യം ഇരുട്ടി. നമുക്ക് ഇപ്പം ഞാനിവിടെ ജോലിക്ക് കയറിയപ്പോഴാണ് എനിക്ക് തോന്നണം. എന്നുവെച്ചാൽ ആൾക്കാരൊക്കെ പറയുമല്ലോ, നമ്മുടെ ഇഷ്ടങ്ങൾ സാധിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വേണമെന്ന്, അല്ലെങ്കിൽ നമുക്കൊരു ജോലിയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങൾ നടത്താൻ എങ്ങടെ വേണമെങ്കിലും, എങ്ങടല്ല എന്നാലും ഒരു ലിമിറ്റ് വെച്ചിട്ട് എങ്ങടെയെങ്കിലുമൊക്കെ പോകാൻ ഇപ്പം പറ്റുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പം പറ്റുന്നുണ്ട്. ഞാൻ ഇത്രത്തോളം ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് പറയാമല്ല. ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണമെന്നൊക്കെ ഞാനിങ്ങനെ പഠിച്ച് ഇപ്പം ഞാൻ ജോലിക്ക് കയറിയോണ്ടാണ് എനിക്ക് ഇതിനെല്ലാം പറ്റിയത്. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കാനാണെച്ചാലും എനിക്ക് പറ്റിയത് അതുകൊണ്ടാണ്. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ ഇവിടെ ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ബാംഗ്ലൂർ വർക്ക് ചെയ്യണവരാ, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരണവരുണ്ടെങ്കിൽ ഈ 4th ബ്ലോക്കിൽ എന്തായാലും പോകുന്നേക്കെന്ന് വെച്ചാൽ ചിക്പേട്ട അതുപോലെ അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളൊക്കെ എനിക്ക് അധികം അറിഞ്ഞുകൂടാ. പക്ഷെ അതിനെക്കാട്ടൊക്കെ നന്നായിട്ട് ഇവിടെ ഉണ്ട്. അവിടെയൊക്കെ കൂടുതൽ ഭയങ്കര തിരക്കും കാര്യങ്ങളും സ്മെല്ലും നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഞാൻ പോയപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ സൺഡേ അല്ല ഞാൻ പോയേക്കണം, അതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കുറച്ച്